ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ ഭാര്യ കരയുന്നുണ്ട്, മക്കൾ കരയുന്നുണ്ട്, കുടുംബക്കാരൊക്കെ ഇങ്ങനെ കരയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേദനയിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താ ബിലാൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മരണമെന്ന വാതിലിന്റെ അപ്പുറം എന്നെ കാത്തെന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു നിൽപ്പുണ്ടെന്നാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓരോ സഹാബത്തും അങ്ങനെ തന്നെയാണ്, ഓരോ സ്വാലിഹീങ്ങളും അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. കാരണം അവർ അൾട്ടിമേറ്റ് ആയിട്ട് അവർ കണ്ട അവരുടെ റബ്ബുണ്ട്, പരിശുദ്ധ റസൂലുണ്ട്. നമ്മൾ അവരെക്കാൾ വലുത് ഈ ദുനിയാവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് വേദനകളും സങ്കടങ്ങളും ഒന്നും താങ്ങാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കിൽ പോലും ചില ആളുകൾ എത്തിപ്പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തെക്കുറിച്ച് അല്പം കൂടി മനസ്സിലാക്കിയാൽ നമ്മൾ കൽബിൻ ദുനിയാവിലുള്ളതെല്ലാം നിസ്സാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതിനാണ് ഈ സ്വർഗത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അല്ല ചില ആളുകൾ പറഞ്ഞതുപോലെ 1000 വട്ടം കേട്ടു സ്വർഗം, 1000 വട്ടമല്ല 10,000 വട്ടം കേട്ടിട്ട് ചിന്തിക്കാൻ പറ്റാത്തവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.